നമസ്കാരം. കളമശ്ശേരി സ്ഫോടനത്തിന് പിന്നിൽ വിദേശ കരങ്ങളുണ്ടോ? ഉണ്ട് എന്ന ചില സൂചനയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് 2023 ഒക്ടോബറിലാണ് കളമശ്ശേരിയിൽ സ്ഫോടനമുണ്ടാകുന്നത്. കളമശ്ശേരിയിലെ ഒരു കൺവെൻഷൻ സെൻറ്ററിൽ അവിടെ യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രാർത്ഥനാ യോഗം നടക്കുകയായിരുന്നു. ഈ പ്രാർത്ഥനാ യോഗത്തിലാണ് 3 സ്ഫോടനങ്ങളുണ്ടായത്. ആദ്യം ഒരു സ്ഫോടനമുണ്ടാകുന്നു. അതിനെ തുടർന്ന് നിമിഷങ്ങൾക്കകം 2 സ്ഫോടനങ്ങൾ കൂടി നടക്കുന്നു. ഈ 3 സ്ഫോടനങ്ങളിൽ 8 പേരാണ് മരിച്ചത്. 6 പേർ തത്സമയം സ്ഫോടനത്തിൽ മരിക്കുന്നു. അതിനുശേഷം 2 പേർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുമ്പോൾ മരിക്കുന്നു. IED സ്ഫോടനമാണ് നടത്തിയത്. പെട്രോൾ അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ ബോംബുകൾ നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പൊള്ളലിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റത്. മാത്രമല്ല, ഈ ബോംബ് നിയന്ത്രിച്ചിരുന്നത് റിമോട്ട് കൺട്രോളിലൂടെയായിരുന്നു. അതായത് വിദൂര നിയന്ത്രിതമായിട്ടാണ് ഈ ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയിരുന്നത്. ഈ ബോംബ് സ്ഫോടനം നടത്തിയത് താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന പ്രതി പിന്നീട് ഫേസ്ബുക്ക് ലൈവ് ചെയ്യുന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലെത്തി താനാണ് ആ സ്ഫോടനങ്ങൾ നടത്തിയത് എന്ന് പറഞ്ഞ് കീഴടങ്ങുന്നു. അതാണ് ഏറ്റവും കൂടുതൽ ദുരൂഹത ഉയർത്തിയത്. അതായത് ഈ കേസിൽ ഇത്രയധികം സ്ഫോടനങ്ങൾ നടത്തി ഒരു പ്രതി കീഴടങ്ങുമ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമാണോ ഇത് എന്ന കാര്യത്തിൽ സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. അതായത് ഈ ഡൊമിനിക് മാർട്ടിൻ എന്ന വ്യക്തി സ്ഫോടക വസ്തു IED ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ സംഘടിപ്പിക്കുന്നു. ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ബോംബ് നിർമ്മിക്കുന്നു. അതൊരു വിദൂര നിയന്ത്രിതമായ ബോംബ് നിർമ്മിക്കുന്നു. ഇത്തരം സാങ്കേതിക വിദ്യ സാധാരണക്കാരനായ ഒരാൾക്ക് എങ്ങനെ ലഭ്യമായി? എങ്ങനെയാണ് ഇയാൾ ബോംബുണ്ടാക്കാൻ പഠിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമായിരുന്നു. പക്ഷേ പോലീസ് അന്ന് നൽകിയിരുന്ന ഉത്തരം എന്ന് പറയുന്നത് ഇയാൾ യൂട്യൂബിലൂടെ ബോംബുണ്ടാക്കാൻ പഠിച്ചുവെന്നും ഇയാൾ തനിച്ചാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്നും ഇയാൾക്ക് പിന്നിൽ മറ്റാരുമില്ല എന്ന ഒരു നിഗമനത്തിലാണ് അന്വേഷണത്തിന് ശേഷം പോലീസ് എത്തിയത്. അതിനെ തുടർന്ന് ഈ കഴിഞ്ഞ 2024 ഏപ്രിലിൽ ഇയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തതാണ്. അതിനുശേഷം വിചാരണ തുടങ്ങുവാനിരിക്കെയാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു ലീഡ് ലഭിച്ചത്. ഈ കേസിൽ ഇന്റർപോളിൻ്റെ സഹായം തേടിയതായും അല്ലെങ്കിൽ ഇന്റർപോളിൻ്റെ സഹായത്തോടുകൂടി വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കുന്നതായുമുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ 2 ദിവസം മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അങ്ങനെ ഒരു നിഗമനം, ഈ കേസിൽ പ്രതിയുടെ വിദേശ ബന്ധം അന്വേഷിക്കാൻ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം പോലീസ് എന്തിന് ശ്രമിക്കുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ നമ്മൾ വിലയിരുത്തിയിരുന്നത് പോലീസിന് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം എന്നായിരുന്നു. എന്നാൽ ആ വിലയിരുത്തലുകൾ ഇപ്പോൾ ശരിയാവുകയാണ്. അത്തരം ചില നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഈ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് പ്രതിയായ ഡൊമിനിക് മാർട്ടിൻ്റെ ഫോൺ പരിശോധനാ ഫലം റിപ്പോർട്ടിൽ നിന്നാണ്. അതായത് ഫോൺ വിദഗ്ധമായ പരിശോധനയ്ക്ക് അയച്ചിരുന്നു, ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ആ ഫോറൻസിക് പരിശോധനയിലാണ് സ്ഫോടനം നടത്തുന്നതിന് തൊട്ട് മുമ്പ് ഇയാൾ ബോംബ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ബോംബ് നിർമ്മിച്ച് അത് പ്രയോഗിച്ചതടക്കമുള്ള, അതിൽ സ്ഫോടനം നടത്തിയതടക്കമുള്ള ചിത്രങ്ങൾ ബോംബ് നിർമ്മിച്ചു വച്ചതിന് ശേഷം ഈ ചിത്രങ്ങൾ സഹിതം ദുബായിലെ ഒരു നമ്പറിലേക്ക് അയച്ചു കൊടുത്തിരുന്നു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇതാണ് ഇയാളുടെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കാൻ പോലീസിനെ നിർബന്ധിതമായത്. തീർച്ചയായും ഒരാൾ മാത്രമായിരിക്കില്ല ഈ കുറ്റകൃത്യം ചെയ്തത്. ഇയാൾക്ക് ചില വിദേശ ബന്ധങ്ങളുണ്ട് എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. എന്നാൽ ആ ഘട്ടത്തിൽ പോലീസ് അത് തള്ളിക്കളയുകയായിരുന്നു. പക്ഷേ ഈ വിശദമായ ഫോൺ പരിശോധനാ ഫലം വന്നപ്പോൾ അത്തരമൊരു വിദേശ ബന്ധത്തിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. കാരണം ഈ ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്നയാൾ ഏറെക്കാലം വിദേശത്ത് ജോലി ചെയ്തിരുന്നയാളാണ്, ദുബായിൽ ജോലി ചെയ്തിരുന്നയാളാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ഏതെങ്കിലും മത തീവ്രവാദി സംഘടനകളുമായോ തീവ്രവാദ സ്ലീപ്പർ സെല്ലുകളുമായോ ബന്ധപ്പെട്ടിരിക്കാമെന്നും അങ്ങനെയാണ് ഇയാൾക്ക് ബോംബ് നിർമ്മിക്കാനുള്ള വിദ്യ കൈവശം വന്നത് എന്നുമാണ് ഇപ്പോൾ പോലീസ് അനുമാനിക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെ ഈ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ ബോംബ് സ്ഫോടനം നടത്താനായി ഇയാളെ നിയന്ത്രിച്ചിരുന്നത് വിദേശത്ത് നിന്നുള്ള ഒരു വ്യക്തിയാണ് എന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ ഈ ഫോൺ പരിശോധനാ ഫലം കണ്ടെത്തുന്നത്. ആരുടെ ഫോണിലേക്കാണ് ഈ ചിത്രങ്ങൾ അയച്ചത് എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത് കണ്ടെത്താനാണ് ഇപ്പോൾ ഇന്റർപോളിൻ്റെ സഹായം തേടിയിരിക്കുന്നത്. ഈ ജനുവരി മാസം 29-നാണ് പോലീസിന് ഇന്റർപോളിൻ്റെ സഹായം തേടാനുള്ള അനുമതി സർക്കാർ നൽകിയത്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണം തുടരുകയാണ്. അത്തരത്തിൽ ഈ ഒരു അന്വേഷണത്തിൽ ഫലമുണ്ടായാൽ, തുമ്പുണ്ടായാൽ, അതായത് ഈ വ്യക്തി ആരാണ് എന്ന് കണ്ടെത്തുകയും ആ വ്യക്തിക്ക് ഈ സ്ഫോടനത്തിൽ പങ്കുണ്ട് എന്നും തെളിഞ്ഞാൽ തീർച്ചയായും ഡൊമിനിക് മാർട്ടിനൊപ്പം തന്നെ അയാളെയും പ്രതി ചേർക്കും എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, 3 സ്ഫോടനങ്ങൾ നടത്താനുള്ള ബോംബ് ഉണ്ടാക്കുക, ആ ബോംബ് അതും വിദൂര നിയന്ത്രിതമായ ബോംബ്, റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പൊട്ടിക്കാവുന്ന ബോംബ് ഉണ്ടാക്കുക,
അത് കൊച്ചി നഗരമധ്യത്തിലെ ഒരു കൺവെൻഷണൽ സെൻറ്ററിൽ വന്ന് ഘടിപ്പിക്കുക, അതിനുശേഷം അത് വിജയകരമായി ബ്ലാസ്റ്റ് ചെയ്യുക, സ്ഫോടനം നടത്തുക, ഇതെല്ലാം ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കുക അത്ര എളുപ്പമല്ല. തീർച്ചയായും കൂട്ടുപ്രതികൾ ഉണ്ടാകും. പക്ഷേ പോലീസിൻ്റെ ആദ്യ നിഗമനം തെറ്റുകയാണ്. ഈ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിന് ശേഷം നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്നു. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം തുടരുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.